ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ആണ് കറങ്ങുന്നത് നമുക്കറിയാം. ഏകദേശം ഓരോ 24 മണിക്കൂറിലും ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നു. ഈ ഭ്രമണമാണ് നമുക്ക് രാവും പകലും നൽകുന്നത്. മുകളിൽ ഉത്തരധ്രുവവും താഴെ ദക്ഷിണധ്രുവവും ഉള്ള ഒരു ഗോളം പോലെയാണ് ഭൂമി. അതുപോലെ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുമ്പോൾ ഗ്രഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ സൂര്യപ്രകാശം ലഭിക്കുകയും മറ്റുള്ളിടങ്ങൾ ഇരുട്ടിലാകുകയും ചെയ്യുന്നു. ഈ ലളിതവും എന്നാൽ ആഴമേറിയതുമായ ചലനമാണ് നമ്മുടെ ദൈനംദിന താളത്തിന്റെ അടിസ്ഥാനം. ഇനി നമുക്ക് കൊറിയോലിസ് ഇഫക്റ്റിലേക്ക് കടക്കാം. ഈ പ്രതിഭാസം ഭൂമിയുടെ ഭ്രമണത്തിന്റെ നേരിട്ടുള്ള ഫലമാണ്. ഭൂമി ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന മധ്യരേഖയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ധ്രുവങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഭ്രമണ വേഗത കുറയുന്നു. വേഗതയിലെ ഈ വ്യത്യാസം ഭൂമിയുടെ ഉപരിതലത്തിലുടനീളം വസ്തുക്കൾ എങ്ങനെ നീങ്ങുന്നു എന്നതിനെ ബാധിക്കുന്നു. മധ്യരേഖയിൽ നിന്ന് ഉത്തരധ്രുവത്തിലേക്ക് ഒരു പന്ത് എറിയുന്നത് സങ്കൽപ്പിക്കുക. ഭൂമി അതിന് താഴെ കറങ്ങുന്നതിനാൽ പന്ത് ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്നില്ല. പകരം അത് വടക്കൻ അർദ്ധഗോളത്തിൽ വലതുവശത്തേക്ക് വളയുന്നു. നേരെമറിച്ച് നിങ്ങൾ അതേ പന്ത് ഉത്തരധ്രുവത്തിൽ നിന്ന് മധ്യരേഖയിലേക്ക് എറിഞ്ഞാൽ അത് ഇടത്തോട്ട് വളയും. ഈ വളഞ്ഞ ചലനത്തെയാണ് നമ്മൾ കൊറിയോലിസ് പ്രഭാവം എന്ന് വിളിക്കുന്നത്. കൊറിയോലിസ് പ്രഭാവം കാലാവസ്ഥാ രീതികളിലും സമുദ്രപ്രവാഹങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. ഉദാഹരണത്തിന് നാവിഗേഷനും കാലാവസ്ഥയ്ക്കും നിർണായകമായ വ്യാപാരക്കാറ്റിന്റെ ദിശയെ ഇത് സ്വാധീനിക്കുന്നു. വടക്കൻ അർദ്ധഗോളത്തിൽ ഈ കാറ്റുകൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുമ്പോൾ തെക്കൻ അർദ്ധഗോളത്തിൽ അവ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വീശുന്നു. ആഗോള കാലാവസ്ഥാ സംവിധാനങ്ങൾ മനസ്സിലാക്കാൻ ഈ വ്യത്യാസം പ്രധാനമാണ്. നമുക്ക് ചുഴലിക്കാറ്റുകളെ സൂക്ഷ്മമായി പരിശോധിക്കാം. വടക്കൻ അർദ്ധഗോളത്തിൽ കൊറിയോലിസ് പ്രഭാവം കാരണം ചുഴലിക്കാറ്റുകൾ എതിർ ഘടികാരദിശയിൽ കറങ്ങുന്നു. ഈ ഭ്രമണം അവയുടെ വികസനത്തിനും ശക്തിക്കും അത്യന്താപേക്ഷിതമാണ്. മുകളിൽ നിന്ന് ഒരു ചുഴലിക്കാറ്റ് നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ വിനാശകരമായ വേഗതയിൽ എത്താൻ കഴിയുന്ന കാറ്റിനൊപ്പം അത് അകത്തേക്ക് വളയുന്നത് നിങ്ങൾ കാണും. തെക്കൻ അർദ്ധഗോളത്തിൽ ചുഴലിക്കാറ്റുകൾ ഘടികാരദിശയിൽ കറങ്ങുന്നു. അതേ തത്വങ്ങൾ പ്രകടമാക്കുന്നു, പക്ഷേ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ. കൊറിയോലിസ് പ്രഭാവം സമുദ്രപ്രവാഹങ്ങളിലും ഒരു പങ്ക് വഹിക്കുന്നു. ഉദാഹരണത്തിന് ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കൻ ഐക്യനാടുകളുടെ കിഴക്കൻ തീരത്തേക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ഒഴുകുന്ന ശക്തമായ ഒരു പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. അതിന്റെ പാതയെ കൊറിയോലിസ് പ്രഭാവം സ്വാധീനിക്കുന്നു. ഇത് ഗ്രഹത്തിന് ചുറ്റും താപം വിതരണം ചെയ്യാൻ സഹായിക്കുന്നു. ഇത് അതിന്റെ ഉദ്ഭവത്തിൽ നിന്ന് വളരെ അകലെയുള്ള കാലാവസ്ഥയെയും കാലാവസ്ഥാ രീതികളെയും ബാധിക്കുന്നു. ഭൂമിയുടെ ഭ്രമണവും കോറിയോലിസ് ഫലവും മനസ്സിലാക്കുന്നത് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർക്കും സമുദ്രശാസ്ത്രജ്ഞർക്കും നമ്മുടെ ഗ്രഹത്തിന്റെ ചലനാത്മകതയിൽ താൽപ്പര്യമുള്ള ആർക്കും നിർണായകമാണ്. ഭൂമിയുടെ കറക്കം പോലെ ലളിതമായ ഒന്ന് നമ്മുടെ കാലാവസ്ഥയിലും ദൈനംദിന ജീവിതത്തിലും പോലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്ന് ചിന്തിക്കുന്നത് ആകർഷകമാണ്. നമ്മുടെ ശരീരം പ്രത്യേക താളത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ സിർക്കാഡിയൻ റിഥം എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ ഭ്രമണം അനുസരിച്ചു നമ്മുടെ ശരീരത്തിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ സ്വാഭാവിക ഉറക്കത്തെ നിയന്ത്രിക്കുന്നു. ഉറക്കത്തിന്റെ സൈക്കിൾ സൂര്യപ്രകാശത്തോട് ചേർന്നു നിൽക്കുന്ന ഒന്നാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ശരീരം ഉണരുന്നു എന്നത് ഇത് സൂചിപ്പിക്കുന്നു. നമുക്ക് ഇത് അനുഭവിക്കാൻ സഹായിക്കുന്നത് കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ഈ സൈക്കിൾ തടസ്സപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഉദാഹരണത്തിന് ടൈം സോൺ അഥവാ സമയമേഖലകളിലുടനീളമുള്ള യാത്ര സങ്കൽപ്പിക്കുക. പെട്ടെന്ന് നമ്മുടെ ആന്തരിക ബയോളജിക്കൽ ക്ലോക്കിൽ ചേഞ്ച് ഉണ്ടാവും. നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി സമന്വയിപ്പിക്കുകയും നയിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരങ്ങൾ ഒരു ടൈം വാർപ്പിൽ കുടുങ്ങിയതുപോലെയാണ്. ഒരു പുതിയ പ്രകാശവും ഇരുണ്ട സൈക്കിളുമായി പൊരുത്തപ്പെടാൻ പാടുപെടും. ഈ ബയോളജിക്കൽ ക്ലോക്കിൽ ക്രമീകരണത്തിന് സമയം എടുക്കും. നമ്മുടെ തലച്ചോറും ശരീരവും പ്രവർത്തിക്കുമ്പോൾ വീണ്ടും ബ്രെയിൻ ഇത് കാലിബ്രേറ്റ് ചെയ്യുകയും. മെലറ്റോണിൻ ഉറക്കത്തിന് കാരണമാകുന്ന ഹോർമോണിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു. ശരിയായ സമയത്ത് ഉറങ്ങാൻ ഇത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. കുറച്ചു ദിവസങ്ങൾ എടുക്കും ഇത് ശരിയാവാൻ. നിങ്ങൾ ഒരു ഫ്ലൈറ്റ് മാപ്പ് നോക്കുമ്പോൾ നഗരങ്ങൾക്കിടയിലുള്ള വളഞ്ഞ പാതകൾ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം. എന്തുകൊണ്ടാണ് അവ നേർരേഖകളെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഗ്രേറ്റ് സർക്കിൾ റൂട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിലേക്ക് വരുന്നു. ഈ പാതകൾ നമ്മുടെ ഭൂമിയെപ്പോലുള്ള ഒരു ഗോളത്തിലെ 2 പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ വിമാനങ്ങൾ പറക്കുമ്പോൾ സമയവും ഇന്ധനവും ലാഭിക്കാൻ അവ യഥാർത്ഥത്തിൽ ഈ വളവുകൾ പിന്തുടരുന്നു. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഭൂമി നിരന്തരം കറങ്ങുന്നു. ആ ഭ്രമണം പറക്കൽ സമയത്തെ ആകർഷകമായ രീതിയിൽ ബാധിക്കുന്നു. ഒരു വിമാനം കിഴക്കോട്ട് പറക്കുമ്പോൾ അത് ഭൂമി കറങ്ങി വരുന്ന അതേ ദിശയിലാണ് നീങ്ങുന്നത്. ഇതിനർത്ഥം ലക്ഷ്യസ്ഥാനം അക്ഷരാർത്ഥത്തിൽ വിമാനത്തിലേക്ക് വരുന്നു. ഇത് ഫ്ലൈറ്റ് സമയം കുറയ്ക്കാൻ കഴിയും. മറുവശത്ത് പടിഞ്ഞാറോട്ട് പറക്കുന്നത് അർത്ഥമാക്കുന്നത് വിമാനം ആ ഭ്രമണത്തിന് വിരുദ്ധമായി പോകുന്നു എന്നാണ്. ഇത് പലപ്പോഴും ദൈർഘ്യമേറിയ പറക്കലുകളിലേക്ക് നയിക്കുന്നു. കൂടുതൽ ആകർഷകമായ ചർച്ചകൾക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തിരിച്ചെത്തും.